കൂട്ടുകാരെ നമ്മളിന്ന് വന്നേക്കണത് പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ട് 2 ക്രിസ്മസ് ഗിഫ്റ്റ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മൾ യൂസ് ചെയ്തിട്ട് കളയുന്ന നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിൽ വെച്ചിട്ടാണ് നമ്മൾ ഈ 2 എണ്ണം ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പം നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം. അപ്പോൾ നമ്മുടെ വീഡിയോ കാണുന്ന ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്തതിനും കാണുന്നെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണം കേട്ടോ. വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. അപ്പം നമുക്ക് ആദ്യം തന്നെ ഒരു ചെറുതൊരെണ്ണം ആദ്യം ഉണ്ടാക്കി നോക്കാം അല്ലേ. അപ്പം നമ്മളിത് നീളമുള്ള പ്ലാസ്റ്റിക് കുപ്പി ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ മോൾ ഭാഗം നമ്മൾ എടുത്തിട്ട് ഇതുപോലെ ഫോം ഷീറ്റിൻ്റെ മേളിൽ വെച്ചിട്ടൊന്ന് വരക്കുന്നുണ്ട്. ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ കാർഡ് ബോർഡ് യൂസ് ചെയ്താലും മതി കേട്ടോ. അപ്പോൾ ഞാൻ ഫോം ഷീറ്റ് താഴെ വെച്ചിട്ടുണ്ട്. ഫോം ഷീറ്റ് ഉണ്ടെന്നുണ്ടെങ്കിൽ ഫോം ഷീറ്റ് തന്നെ വെക്കുക. റെഡ് കളർ വേണമെന്നൊന്നുമില്ല, ഏതെങ്കിലും കളർ വെച്ചാലും മതി കേട്ടോ. ഗ്രീനോ റെഡോ ഒക്കെ ആണെങ്കിൽ നമ്മുടെ ക്രിസ്മസ് ആയിട്ട് റിലേറ്റഡ് ആയിട്ട് നിൽക്കുമല്ലോ. അപ്പോൾ നമ്മളത് ഇതുപോലെ ഒരു കട്ടിങ് എടുത്തിട്ടുണ്ട്. നമ്മുടെ ന്യൂസ് പേപ്പറിലൊക്കെ ഇതുപോലെ കട്ടിങ്സ് വരും ക്രിസ്മസ് ആകുമ്പോഴേക്കും. അന്നേരം അതൊക്കെ കളക്ട് ചെയ്ത് വെക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ക്രിസ്മസ് ഗിഫ്റ്റ് കൊടുക്കാൻ സമയത്ത് നമുക്കിത് യൂസ്ഫുൾ ആയിരിക്കും കേട്ടോ. അപ്പോൾ ഞാൻ ഇതുപോലെ കുറച്ച് പേപ്പർ കഷ്ണങ്ങൾ മുറിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അത് നമ്മളൊരു കട്ടിയുള്ള പേപ്പറിലേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ട് അതുമേ വെച്ചിട്ട് കട്ട് ചെയ്തെടുക്കുവാണ് കേട്ടോ. അപ്പോൾ നല്ല ഇച്ചിരി കട്ടിക്ക് നിൽക്കണോണ്ട് നമുക്കത് ഒട്ടിക്കുമ്പോൾ മര്യാദക്ക് നിൽക്കും. അതുകൊണ്ടാണ് നമ്മളതങ്ങനെ ഒരു പേപ്പറിൽ കട്ടിയുള്ള ഒരു പേപ്പറിൽ ഒട്ടിച്ചു കൊടുത്തത്. ഇനി നമ്മുടെ ഫോം ഷീറ്റിനകത്തേക്ക് നമ്മളത് ഈ പച്ച പുല്ല് പോലത്തെ സാധനം ഉണ്ടല്ലോ, നമ്മൾ ക്രിസ്മസ് ട്രീ ഒക്കെ ഡെക്കോറായിട്ട് യൂസ് ചെയ്യണേ, അത് നമ്മളത് ഇച്ചിരി എടുത്തിട്ട് ഇതുപോലെ ഒന്ന് പുല്ല് പോലെ ഒന്ന് വെച്ച് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ടാണ് ഇത് ഒട്ടിച്ചു കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ആദ്യം തന്നെ ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലുള്ളത് ഇതുപോലത്തെ കുഞ്ഞു കുഞ്ഞ് പേപ്പർ കട്ടിങ്സ് ഒക്കെ നമ്മളിതിനകത്തേക്ക് ഒന്ന് ആഡ് ചെയ്ത് കൊടുക്കാൻ പോവാണ്. അപ്പോൾ മെറി ക്രിസ്മസ് എന്ന് എഴുതിയേക്കണേ ഞാൻ അകത്തേക്ക് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മുടെ കയ്യിലുള്ള കുഞ്ഞ് പേപ്പർ കട്ടിങ്സ് ഒക്കെ നമ്മൾ ഈ ഫോം ഷീറ്റിനകത്തേക്കാണ് ഒട്ടിച്ചു കൊടുക്കുന്നത്. അപ്പോൾ ഇതിൽ കട്ടിയുള്ള പേപ്പറിൽ ഒട്ടിച്ചാലാണ് ഇതുപോലെ നേരെ നിൽക്കത്തുള്ളൂ. അല്ലാന്നുണ്ടെങ്കിൽ അതിങ്ങനെ പേപ്പറിൽ നിൽക്കുകയാണെങ്കിൽ ചാടിപ്പോരുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് നമ്മളൊരു ന്യൂസ് പേപ്പറിൽ നിന്ന് കട്ട് ചെയ്ത കഷ്ണങ്ങളൊക്കെ നമ്മളിത് ഇതുപോലെ ഒന്ന് ഒരു കട്ടിയുള്ള പേപ്പർ ഒട്ടിച്ചിട്ട് ഒന്നേക്ക് ഒട്ടിച്ചു കൊടുത്തേനെ. ഭാഗത്തിൽ ഇതുപോലെ എംറ്റി ആയിട്ട് കിടക്കാണ്ടിരിക്കാനായിട്ട് ഇതുപോലെ കളർ പേപ്പർ മുറിച്ചിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. വേണമെങ്കിൽ നമുക്ക് ബാക്കിൽ ഇതുപോലെ പച്ചപ്പുല്ല് തന്നെ കൊടുക്കാം കേട്ടോ. അപ്പോൾ വൈറ്റ് കളർ കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിൽ നമുക്ക് അതുമേ പെയിൻറ്റ് ഒടിച്ച് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ആ പേപ്പർ കട്ടിങ്ങിൻ്റെ പുറകിലും വൈറ്റ് കളർ കാണാണ്ട് ഇങ്ങനെ ഇരിക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ ഇഷ്ടം പോലെ അതുപോലെ ചെയ്യാം. അപ്പോൾ നമ്മൾ ഹോട്ട് ഗ്ലൂ ഗൺ വെച്ചിട്ട് തന്നെ ഫോം ഷീറ്റിന് ചുറ്റും ഒന്ന് ഇതുപോലെ ആക്കി കൊടുത്തിട്ട് ഒന്ന് ഒട്ടിച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഗ്ലൂ ഗൺ വെച്ച് വരക്കുമ്പോൾ ഇതുപോലെ പുറത്തേക്ക് പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കും. അപ്പോൾ അതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വൈറ്റ് കളറിലെ പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ആക്രിലിക് പെയിൻറ്റ് വെച്ചിട്ടൊന്ന് ഭംഗിയാക്കിയിട്ടുണ്ടെങ്കിൽ അതൊന്ന് കവർ ചെയ്ത് കിട്ടും കേട്ടോ. മുകളിൽ നമ്മളിത് ഇതുപോലെ പച്ച കളർ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് മുകളിൽ ടോപ്പ് ഭാഗം ഒന്ന് കവർ ചെയ്തെടുത്തിട്ടുണ്ട്. ഒരു നമ്മുടെ തൊപ്പി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് നമ്മളത് ആക്രിലിക് കളർ വെച്ചിട്ട് നമ്മളിതുപോലെ ഒന്ന് പെയിൻറ്റ് എടുത്ത് കൊടുക്കുക. അപ്പോൾ അത് ഭംഗിയാക്കി കിട്ടും കേട്ടോ. അപ്പോൾ അതിൻ്റെ ഒരു ഇങ്ങനെ പുറത്തേക്ക് നിൽക്കണ ഗ്ലൂ നിൽക്കണ ആ ഭംഗിയൊക്കെ പോയി നല്ല ഭംഗിയായി കിട്ടും. അപ്പോൾ നമ്മൾ കടയിൽ നിന്ന് വാങ്ങണ പോലെ തന്നെ ഒരു ഫിനിഷിങ് നമുക്ക് കിട്ടും കേട്ടോ. അപ്പോൾ കൂട്ടുകാർക്കൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു ഗിഫ്റ്റാണ് കേട്ടോ ഫസ്റ്റത്തേത്. അപ്പോൾ നമുക്ക് രണ്ടാമത്തേലായിട്ട് വേഗം തന്നെ പോകാം. രണ്ടാമത്തെ കുറച്ചും കൂടി വലുതാണ്, നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. സെയിം ഇതുപോലെയൊക്കെ തന്നെയാണ് ചെയ്യുന്നതെങ്കിലും കാണാൻ കുറച്ചും കൂടി ഭംഗി ഇതാണ് കേട്ടോ. അപ്പോൾ നമ്മളതിൻ്റെ ബാക്കി ഭാഗത്തെ എടുത്തിട്ടുണ്ട്. അപ്പോൾ അതിനകത്തേക്ക് നമ്മളൊരു ട്രീ ഉണ്ടാക്കി വെക്കാൻ പോവാണ് ആദ്യം ചെയ്യുന്നത്. അപ്പോൾ ഒരു ഗ്രീൻ പേപ്പർ എടുത്തിട്ട് ഇതുപോലെ ഒന്ന് രണ്ടായിട്ട് മടക്കി കീറി എടുത്തിട്ടുണ്ട്. അതൊന്നും കൂടി മടക്കി എടുത്തിട്ട് അതിൻ്റെ മുകൾ ഭാഗത്തേക്ക് നമ്മളിതുപോലെ ഡബിൾ ടേപ്പ് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. ഇല്ലാന്നുണ്ടെങ്കിൽ ഫെവിക്കോൾ ഒട്ടിച്ചാലും മതി കേട്ടോ. അപ്പോൾ അത് നമ്മൾ ഇതുപോലെ ഒന്ന് ആക്കി കൊടുത്തിട്ട് ആദ്യം തന്നെ നമ്മളൊന്ന് മടക്കി എടുക്കാം. നമുക്കിതുപോലെ ഒന്ന് മടക്കി എടുത്തിട്ട് നമുക്കിതുപോലെ കുഞ്ഞായിട്ട് നീളത്തിലൊന്ന് അരിഞ്ഞു കൊടുക്കാം കേട്ടോ. കത്രി വെച്ചിട്ട് മുറിച്ച് കൊടുക്കാം. എന്നിട്ട് നമ്മൾ നിവർത്തിയിട്ട് ഒരു ഭാഗത്തേക്ക് ഇത് നമ്മൾക്ക് ഇങ്ങനെ ഒന്ന് വളച്ച് കൊടുക്കാം. അപ്പോൾ ട്രീൻ്റെ ഇല നിൽക്കണ പോലെ ഒന്ന് പൊങ്ങി ഇങ്ങനെ നിൽക്കും കേട്ടോ. അപ്പം പിന്നെ ഒരു പേപ്പർ എടുത്തിട്ട് ഒരു കാർഡ് ബോർഡ് എടുത്തിട്ട് ഇതുപോലെ ഒന്ന് കോണ് പോലെ ഒന്ന് മടക്കി എടുക്കുക. എന്നിട്ട് നമ്മൾ ഈ ഉണ്ടാക്കി വെച്ചേക്കുന്ന ഗ്രീൻ കളറിലെ ലീഫ് പോലെ ഉണ്ടാക്കിയേക്കണത് ഇതിന് ചുറ്റും ഒന്ന് ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കാൻ. ഡബിൾ ടേപ്പ് ആണ് ഡയറക്റ്റായിട്ട് നമ്മൾക്ക് ഒട്ടിച്ചാൽ മതി. ഇല്ലെങ്കിൽ നിങ്ങൾ ഫെവിക്കോൾ അപ്ലൈ ചെയ്തിട്ട് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കണം. ഇനി നമുക്ക് അത് ആ ട്രീ ഒന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് അതിനകത്തേക്ക് നമുക്കിത് ഇതുപോലെ കുഞ്ഞ് പേപ്പർ കഷ്ണങ്ങൾ റൗണ്ടിലുണ്ടെങ്കിൽ അതൊന്ന് എടുത്ത് വെക്കുക. അല്ലെങ്കിൽ നമ്മൾ റൗണ്ടിൽ കുറേ കളർ പേപ്പറുകൾ നമ്മൾ ഇതുപോലെ ഒന്ന് മുറിച്ചെടുത്തിട്ട് വെച്ചാലും മതി കേട്ടോ. ഇതിൻ്റെ ഒരു കുഞ്ഞ് സ്മൈലി ഉണ്ടായിരുന്നു, അത് ഞാൻ ജസ്റ്റ് എടുത്ത് അതിൻ്റെ മുകളിലേക്ക് ഒന്ന് ഒട്ടിച്ച് കൊടുക്കുകയാണ്. ജസ്റ്റ് എവിടെയോ കിടന്ന് കിട്ടിയാണ്. അപ്പോൾ അതിനകത്ത് ഒന്ന് ഡെക്കോറാക്കാന്ന് ഓർത്ത് ഞാൻ എടുത്താണ്. ചെറിയൊരു വൂളൻ ത്രെഡും കിട്ടി റെഡ് കളറാണ്. അപ്പോൾ ഇത്രയും എൻ്റെ അടുത്ത് ത്രെഡ് ഉണ്ടായുള്ളൂ ആകെ. അപ്പോൾ എവിടെയോ അതും ഇങ്ങനെ വേസ്റ്റായിട്ട് കിടന്നിരുന്നതാണ്. പിന്നെ നമ്മളത് ഇതുപോലെ 2 ക്രിസ്മസ് പപ്പയുടെ ഒരു ഫേസ് ഉണ്ടാക്കി എടുക്കുന്നുണ്ട്. അതും നമ്മൾ
നമ്മൾ ഇതുപോലെ ഒന്ന് സെറ്റാക്കി എടുത്തിട്ട് നമ്മൾ ഇതിനകത്തേക്ക് ഒട്ടിച്ചു കൊടുക്കാൻ പോവുകയാണ്. അപ്പോൾ ഇത് ഇത്രയും സാധനങ്ങൾ ഞാൻ ഇതുപോലെ പേപ്പറിൽ നിന്നൊക്കെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. പിന്നെ നമ്മൾ തനിയെ ഉണ്ടാക്കിയതുകൊണ്ട് അപ്പോൾ നമ്മൾ ആ ട്രീ ഇതുമേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കാൻ പോകണം. നമ്മൾ CD മേക്കാണ് ഒട്ടിക്കുന്നത്. താഴ്ഭാഗത്ത് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതിൻ്റെ മേളിലേക്ക് ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുക്കാം കേട്ടോ. അപ്പോൾ നല്ല രസമായിട്ട് വന്നിട്ടുണ്ട്. ഇനി നമ്മൾ ആ CD പുറത്ത് ഭാഗത്ത് നമ്മൾ ഇതുപോലെ കുറച്ച് ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് നമ്മൾ ഉണ്ടാക്കിയിരിക്കുന്ന ആ എലമെൻറ്റ്സ് കുഞ്ഞു കുഞ്ഞു എലമെൻറ്റ്സൊക്കെ ഇന്ന് ചുറ്റും ഒന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ താഴ്ഭാഗമൊക്കെ ഒന്ന് ഇതുപോലെ ഒന്ന് കവറാക്കി കൊടുക്കുക കേട്ടോ. അപ്പോൾ കാണാൻ നല്ല രസമുണ്ടാകും. നിങ്ങളുടെ കയ്യിൽ വേറെ ഇതുപോലത്തെ ഇല്ലയെന്നുണ്ടെങ്കിൽ വരച്ചെടുത്തിട്ട് നമ്മൾ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചെടുത്താലും മതി. ഒരു സ്റ്റിക്കർ ഉണ്ടാക്കിയിട്ട് നമുക്ക് തനിയെ ചെയ്യാം കേട്ടോ. ഇനി നമുക്ക് തെർമോക്കോളിന് പകരം നമുക്ക് ഇത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതുപോലെ കുഞ്ഞു കുഞ്ഞായിട്ട് അരിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലത്തെ പീസുകളായിട്ട് കിട്ടും. അപ്പോൾ തെർമോക്കോളിന് പകരം നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ നമ്മളിത് മുഴുവനും ഇതിനകത്തേക്ക് ഒന്ന് വാരിയിടുന്നുണ്ട്. നമ്മുടെ പ്ലാസ്റ്റിക് ബോട്ടിലിനകത്തേക്ക് ഇതുപോലെ ഒന്ന് വാരിയിട്ടിട്ട് അതിന് ചുറ്റും ഇതുപോലെ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് നമുക്ക് ഒന്ന് കവർ ചെയ്യാം. എന്നിട്ട് വേണം നമ്മൾ ഉണ്ടാക്കിയേക്കണ ആ സീഡിനകത്ത് നമ്മൾ വെച്ചേക്കുന്ന ട്രീ ഒക്കെ ഇതിനകത്തേക്ക് ഇറക്കി വെക്കാനായിട്ട്. അപ്പോൾ ആദ്യം തന്നെ നമ്മൾ ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ ആക്കിയിട്ട് വേണം നമ്മൾ ഒന്ന് ഇതുപോലെ ഒന്ന് കവർ ചെയ്ത് കൊടുക്കാൻ. അപ്പോൾ താഴ്ഭാഗത്തേക്ക് നന്നായിട്ട് പ്രസ് ചെയ്ത് അമർത്തിയിട്ടുണ്ടെങ്കിൽ പെട്ടെന്ന് തന്നെ ഒട്ടിക്കിട്ടും. താഴ്ഭാഗത്ത് ഇതുപോലെ തന്നെ നമ്മുടെ ഹോട്ട് ഗ്ലൂ വെച്ചേക്കണ ഭാഗം കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതുപോലെ റിബൺ വെച്ചിട്ടൊന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. താഴ്ഭാഗത്തും വെക്കുക, വേണമെന്നുണ്ടെങ്കിൽ മോൾ ഭാഗത്തും വെക്കുക. അപ്പോൾ ഞാൻ മോൾ ഭാഗത്ത് ഇതുപോലെ ഒരു ഫോം ഷീറ്റ് എടുത്തിട്ട് മോൾ ഭാഗം ഒന്ന് കവർ ചെയ്തെടുക്കുന്നുണ്ട്. ഫോം ഷീറ്റ് ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ റെഡ് കളറിലെ പേപ്പർ ഉണ്ടെങ്കിൽ അത് വെച്ചാലും മതി. ഇല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ ഏതെങ്കിലും കളർ പേപ്പർ വെച്ചിട്ടൊന്ന് ഭംഗിയാക്കി എടുക്കാം. ഒരു വെള്ള പേപ്പറും ഞാൻ അതിൻ്റെ ചുറ്റും ഇതുപോലെ ഒന്ന് ചുറ്റിയിട്ടുണ്ട്. എന്നിട്ട് അതിൻ്റെ മുകളിൽ കൂടി ചെറിയൊരു ഡിസൈനായിട്ട് നമ്മുടെ റിബണും ഇതുപോലെ ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. ഫുൾ ഒന്ന് കവർ ചെയ്യുന്ന രീതിയിലൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പോൾ റിബൺ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ഐഡിയ ഉണ്ടെങ്കിൽ അങ്ങനെയും ചെയ്യാം. ഇനി മോൾ ഭാഗം നമ്മൾ വേറൊരു CD വെച്ചിട്ട് അടക്കാൻ പോവുകയാണ്. അതിന് മുമ്പ് ഇതുപോലെ ഒന്ന് മോൾ ഭാഗത്ത് നമ്മൾ ഹോട്ട് ഗ്ലൂ വെച്ചിട്ട് ഒന്ന് കവർ ചെയ്തിട്ട് CD വെച്ചിട്ട് ഒന്ന് അടച്ചു കൊടുത്തിട്ടുണ്ട്. ഇനി മോൾ ഭാഗത്ത് ആ CD കാണാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോം ഷീറ്റ് മുറിച്ചെടുത്തിട്ടുണ്ട് അതേ വലുപ്പത്തിൽ. അത് നമ്മൾ ഇതിൻ്റെ മുകളിലേക്കൊന്ന് ഒട്ടിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് കാണാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമുക്ക് വേണമെങ്കിൽ ഒന്ന് കളർ ചെയ്തെടുക്കാം കേട്ടോ. CD കാണാണ്ടിരിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ റെഡ് കളർ വെച്ചിട്ട് പെയിൻറ്റ് ചെയ്തെടുത്താൽ മതി. ഞാനിപ്പോൾ ഇത്രയും ചെയ്തിട്ടുള്ളൂ. പിന്നെ എന്താ കുഞ്ഞൊരു റിബൺ ഉണ്ടാക്കിയിട്ട് അത് സൈഡിൽ ഇതുപോലെ ഒന്ന് ഒട്ടിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ഡെക്കോർ ഇവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്ക് വേണമെങ്കിൽ ക്രിസ്മസ് ഡെക്കോറായിട്ടോ ക്രിസ്മസ് ഫ്രണ്ട് ഗിഫ്റ്റ് കൊടുക്കാനൊക്കെ ആയിട്ട് നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ കൂട്ടുകാർക്കൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണം. അപ്പോൾ തനിയെ നമുക്ക് ക്രിസ്മസ് ഫ്രണ്ട് ഉണ്ടാക്കിയിട്ട് ക്രിസ്മസ് ടൈമിൽ നമുക്ക് ഫ്രണ്ടിന് ഗിഫ്റ്റ് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാനത് കാശിക്ക് കൊടുത്തു കഴിഞ്ഞപ്പോൾ കാശിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഒരു കള്ളത്തരം ഉണ്ട് കേട്ടോ മുഖത്ത്. അതിൻ്റെ മേത്ത് കയറി ഇരുന്നിട്ട് അപ്പോൾ തന്നെ അത് പൊളിച്ച് കളയാൻ നോക്കി. ഞാൻ വേഗം അവൻ്റെ അത് മേടിച്ചെടുത്ത് അവൻ എന്ത് കിട്ടിയാലും വേഗം അത് തുറന്ന് നോക്കാനായിട്ട് നോക്കണേ. അവനത് അതിൻ്റെ മേത്ത് കയറിയിരിക്കാനുള്ള തന്ത്രപ്പാടിലാണ്. ഞാനത് ഇരിക്കണേക്കും വേഗം മേടിച്ചെടുത്തിട്ടോ. പിന്നെ എന്തെങ്കിലും സംഭവം സെറ്റായിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു. അടുത്തൊരു വീഡിയോ വരുന്നതായിരിക്കും. ബൈ ബൈ.